പെട്ടെന്ന് തന്നെ സൗണ്ട് കൂട്ടിയപ്പോ പേടിച്ചു പോയി. മമ്മി പിടിക്കണം കേട്ടോ, നെട്ടർ പിടിച്ചാൽ മതിയേ. അപ്പൊ നമുക്ക് എന്തൊക്കെ മീനാണ് കിട്ടാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ഹലോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറിയക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മൾ കുറേ നാൾ കൂടിയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊടുപുഴയുടെ അടുത്ത് കുണിഞ്ഞി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ബേസിക്കലി ചേച്ചിയുടെ വീട് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ സ്വന്തം പാറമടയാണ് നിങ്ങൾ ഈ പുറകെ കാണുന്നത്. നമ്മൾ ഇതിനകത്ത് നിന്ന് മീൻ പിടിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഈ കുളത്തിൽ നമ്മൾ കുറേ ഗപ്പീനെ പിടിക്കുന്ന വീഡിയോ, അതുപോലെ തന്നെ ഈ കുളത്തിൽ നിന്ന് കുറേ തിലോപ്പിനെ പിടിക്കുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇതിനകത്ത് വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇതിനകത്തുള്ള മീനുകളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പോലും കറക്റ്റായിട്ട് അറിയത്തില്ല. തിലോപ്പിയുണ്ട്, നട്ടർ ചിലപ്പോൾ കാണും, വരാലുണ്ട്, കാർപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ മീനാണ് കിട്ടാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഉണ്ടല്ലോ മീൻപിടുത്തത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വല എടുത്ത് മാറ്റണം. ദിനവാച്ച വല എടുത്ത് മാറ്റാതിരിക്കും വേണ്ടി ആദ്യം തന്നെ കൊച്ചിനെ എടുത്ത് പിടിച്ചേ. അയ്യോ വല എടുത്ത് മാറ്റിക്കോളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു വല എടുത്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് മീൻ പിടിക്കാനായിട്ട് പറ്റും. ഈ ഒരു കുളത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതിന് ഏകദേശം ഒരു അരയാൾ താഴ്ച മേളിൽ വെള്ളമുണ്ട് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ നല്ല വെള്ളമുണ്ട്, നല്ലതായിട്ട് നിറഞ്ഞു കിടക്കുവാണ്. ഇതാണെങ്കിൽ ഈ കൊക്ക് നീർക്കാക്കിയൊക്കെ ഒന്ന് മീനെ പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന വലയാണ് കേട്ടോ. അപ്പോൾ ഇത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ നെറ്റ് മാറ്റിയിട്ടുണ്ട്, വല മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അവിടെ അങ്ങ് കെട്ടി വെച്ചു, അപ്പോൾ കറക്റ്റ് ആയിക്കോളും. ഇനി നമുക്ക് ഇഷ്ടം പോലെ മീൻ പിടിക്കാനായിട്ട് സ്ഥലമുണ്ട് കേട്ടോ. ഇന്ന് മീൻ പിടിക്കാൻ പോകുന്നത് നമ്മുടെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ്. എല്ലാവർക്കും ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മളിവിടെയുള്ള എല്ലാവർക്കും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ആരൊക്കെ എന്തൊക്കെ മീനിനെ പിടിക്കുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇത് ഞങ്ങൾ വരുന്നത് പ്രമാണിച്ച് ചേച്ചിയാണെങ്കിൽ ഇവിടെ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണിര ചേച്ചി കുത്തി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ഒരു പാത്രത്തിൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ മണ്ണിരയുണ്ട്. അപ്പോൾ ജിനവാശനാണെങ്കിൽ ചൂണ്ട കെട്ടാൻ വേണ്ടി പോകണം കേട്ടോ. നമ്മൾ പോളിൻ്റെ അറ്റത്ത് നമ്മളൊരു സ്യൂല് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്യൂലയിലാണ് നമ്മൾ നൂല് കെട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു നൂലാണ് കെട്ടുന്നത് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള നൂലാണ്, നമ്മുടെ നട്ടർ പിടിച്ചാലും പൊട്ടിപ്പോകത്തില്ല. ഓൾ സെറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു എൻഡ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന പാർക്കവന്റിൻ്റെ ചൂണ്ടയാണ് കേട്ടോ. പാർക്കവന്റിൻ്റെ ചൂണ്ടക്കുളത്താണ്. ചുമ്മാ അറിയാണ് കേട്ടോ. നമ്മളിത് കവറിനകത്ത് ഇട്ട് വെച്ചേക്കുന്നതാണ്. ചൂണ്ട നമ്മൾ വളരെ പ്രഷ്യസ് ആയിട്ടാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന കുളത്ത് കണ്ടല്ലോ, അത്യാവശ്യം വലിയൊരു കുളത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സിലോപ്പിയ, നട്ടർ എല്ലാവിധ സാധനങ്ങളും പിടിക്കണം. അപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ ഉണ്ടല്ലോ, നമ്മുടെ കുളത്തിലാണെങ്കിൽ 2-3 കോഴിക്കാർപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവന്മാർ പിടിക്കുമല്ലെന്ന് അറിയത്തില്ല. ഓൾറെഡി ഇവർ ചൂണ്ടയിട്ട സമയത്ത് ഇടയ്ക്കൊക്കെ കോഴിക്കാർപ്പിനെ പിടിച്ചായിരുന്നു, പക്ഷേ ഒന്നും ചത്തുപോയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം കോഴിക്കാർപ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ. ഇനി നമ്മൾ അവസാനമായിട്ട് നമ്മൾ ഈ ചൂണ്ടയിലേക്ക് ഇതേ ഒരു പൊങ്ങും കൂടെ അങ്ങ് കിട്ടുവാണ് കേട്ടോ. ഇനിയിപ്പോൾ ആർക്കാണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. നമ്മുടെ ചൂണ്ടയും മണ്ണിര എല്ലാം റെഡിയാണ്. എല്ലാവരും ചൂണ്ടയിടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് മണ്ണിര ഇവിടെ വെക്കാം. തൽക്കാലം ഞാൻ വേറെ കോർത്ത് കൊടുക്കാം കേട്ടോ എല്ലാവർക്കും. അപ്പോൾ പപ്പ ആദ്യം ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പപ്പയ്ക്ക് ആദ്യത്തെ ചാൻസ് കൊടുക്കാം കേട്ടോ. ഇതുണ്ടോ, അത്യാവശ്യം നല്ല മണ്ണിരയാണ്. നമ്മൾ അവനെ കറക്റ്റായിട്ട് കോർത്തിട്ടുണ്ട്. ഓക്കെ ഡൺ. ഉയ്യോ, എന്തോ സാധനം ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ട്. ഇതുണ്ടോ, ഇവിടെ ഭയങ്കരമായിട്ട് വെള്ളത്തിൽ നിന്ന് ഞൊരി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തോ ഒരു സാധനമുണ്ട്. ഞാൻ നിട്ടോട്ടെ പിടിച്ച് ഈ പൊങ്ങ് അങ്ങോട്ട് മാറ്റുക. ഇത് മീനാണോണേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സിലോപ്പിയ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഒത്തിരി വലുതൊന്നും അല്ല കേട്ടോ, പക്ഷെ നല്ല സുന്ദരം മീനാണേ. ഇവനെ കാണിച്ചു തരാം നല്ല ഭംഗിയായിട്ട്. ഇത് കണ്ടോണേ. നമ്മുടെ നാട്ടിലൊക്കെ തിലാപ്പിയ എന്ന് പറയുന്ന സാധനം, ട്രിവാൻഡ്രം സൈഡിലോട്ടൊക്കെ സിലോപ്പിയ എന്നും പറയും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പിടിച്ചിട്ടുണ്ട്. പപ്പ വന്നിട്ടുണ്ട്. ഇത് കേട്ടോ, ഇത് നന്നായിട്ട് പടയ്ക്കുവാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഭയങ്കര സുന്ദരമാണ് കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ വലിച്ച വഴിക്ക് പിന്നെ വാലൊക്കെ ഒരു ഇച്ചിരി കീറിപ്പോയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവനെ ചൂണ്ടയിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാൻസ് കഴിഞ്ഞു കേട്ടോ. ഇതേപ്പം നമ്മൾ ഇവനെ ഉണ്ടല്ലോ നമ്മൾ വെള്ളത്തിലേക്ക് ഇടുവാണ്. അടുത്ത ചാൻസിനുള്ള ആൾ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുവാണ് കേട്ടോ. മമ്മി ചൂണ്ട ഉടനെ തന്നെ കയ്യിൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചാൻസ് മമ്മിക്കാണ്. അടിപൊളി. മമ്മി പിടിക്കണം കേട്ടോ, നെട്ടർ പിടിച്ചാൽ മതിയേ. നെട്ടറോ വരാലോ. ഓക്കെ, മമ്മി കൊത്തുന്നുണ്ടോ? മമ്മി കൊത്തുന്നുണ്ട്. ചേച്ചി മീനുണ്ട്. ഓ അതിനത് ഇത് വേറെ സിലോപ്പിയാണല്ലോ. ഓ ഇത് കണ്ടോ, ചേച്ചി പിടിച്ചത് വേറൊരു ടൈപ്പാണ് കേട്ടോ. ഇത് കണ്ടോ, ഓ ഞാൻ പിടിച്ചതിനേക്കാളും വലുതിനെ പിടിച്ചോണ്ട് ചേച്ചി വീണ്ടും മുന്നേറിയിരിക്കുവാണ്. അടിപൊളി കേട്ടോ, നല്ല സിലോപ്പി. ഇതൊന്ന് ഊരിക്ക് കാണിച്ച്. ഇത് നല്ല രസമുണ്ട് കേട്ടോ ഇതിനെ കാണാനായിട്ട്. കുറച്ചും കൂടെ ഭംഗിയാണേ. 2 എണ്ണം കൂടെ ഇത് കണ്ടോ വഴക്കുണ്ടാക്കുക. ഇത് വല്ലതും കൊച്ചു കാണുന്നുണ്ടോ? ഇവൻ വന്നിട്ട് ഇവനെ കടിക്കുവാന്ന്. നടക്കണം. നടക്കുവോ? ഒന്ന് കാണട്ടെ. ഇത് ഇങ്ങനെയാണ് നടക്കുന്നത്. ഇച്ചിരി സ്പീഡ് നടന്നേ. അയ്യടി നീ എടുക്കുമെന്നാണോ വിചാരിച്ചേ? ഓടിക്കോ. വൈകുന്നേരം സമയമായതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ. ഫുള്ള് പച്ചപ്പാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ അവിടെ നിന്ന് വെയിലും അടിച്ച് കിടക്കുമ്പോഴേക്ക് സ്ഥലം കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. പൊന്നാ പുഴുവിനെ കണ്ടോ? ഉണ്ടോ അവൻ ഇരിക്കുന്നുണ്ടോ ഒരുത്തനും ഇവിടെ? എന്നാന്നറിയോ? പുഴു അവിടെ ഇരുന്നോട്ടെ, പോയേക്കാം.
അതൊരു പാവം പുഴുവാണ്. അവൻ നമ്മളൊന്നും ചെയ്യണ്ട, അവൻ പൊക്കോട്ടെ. അങ്ങനെ പൊന്നപ്പനും പപ്പേൻ്റെ ഫ്രണ്ടിൽ പൊക്കോണ്ടിരിക്കുന്നു. ഫൈനലി നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈവനിങ് ലൈറ്റിൽ സ്ഥലം കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇപ്പം മഴയൊക്കെ പെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴാണെങ്കിൽ അത്യാവശ്യം നല്ല പച്ചപ്പുണ്ട്. ഇവിടെ ഒരു പാറയൊക്കെ ഉണ്ട്, നമുക്ക് വൈകുന്നേരം മണി ഇവിടെ വന്നിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇതിലപ്പുഴി പോയി കഴിഞ്ഞ് ഇറങ്ങി അങ്ങ് ചെല്ലുവാണെങ്കിൽ യെസ് ഫൈനലി വി റീച്ച്ഡ്. ഇപ്പോൾ നിങ്ങൾ കാണും, ഇത് കാണാനായിട്ടാണ് നമ്മൾ വന്നത്. പക്ഷേ ഈ സംഭവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് ഉറവയല്ല ഞങ്ങളെ, ഇത് നാച്ചുറലായിട്ടുള്ള ഉറവയാണ് കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ല താഴ്ചയുണ്ട്. ഇതിനകത്തല്ലേ പൊന്നെ നീന്താൻ വരുന്നേ അല്ലേ? ഇതിനകത്തല്ലേ വരുന്നേ? ഇതിനകത്താണ് പൊന്നെ നീന്താൻ വരുന്നത് കേട്ടോ. ഒന്ന് തൊട്ട് നോക്കിയേ, വെള്ളത്തിന് തണുപ്പുണ്ടോ നോക്കിയേ, കൊച്ചു തണുപ്പുണ്ടോ എന്ന് നോക്കിയോട്ടെ. വെള്ളത്തിന് നോക്കി തണുപ്പുണ്ടോ? അങ്കിൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മളിതുണ്ട്, ഇവിടെ ഒരു പൈപ്പ് ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു പൈപ്പ് ഇങ്ങനെ ഇട്ടിട്ട് അതിനുശേഷം ഇവിടെ നാച്ചുറലായിട്ട് സാധനം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ വലിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ. അപ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള ആ ഒരു വെള്ളം കറക്റ്റ് ഇങ്ങോട്ടേക്ക് വരും. അടിപൊളി. ഇപ്പം ഞങ്ങൾ ഇവിടെ കുളിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. കുളിക്കണോ വെച്ചാൽ അപ്പോൾ കറക്റ്റായിട്ട് കുളിക്കാൻ കേട്ടോ. ഇത് കണ്ടോ, നാച്ചുറൽ ഷവറാണ്, നമുക്ക് മോട്ടറും കാര്യങ്ങളൊന്നും വേണ്ട. ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് കറക്റ്റായിട്ട് കുളിക്കാൻ. ഇത് കണ്ടോ, അവിടുന്ന് വെള്ളം ഇറങ്ങി ഇങ്ങോട്ടേക്ക് വരും. ഞാൻ അങ്ങോട്ടും ചെല്ലട്ടെ, നമുക്ക് വെള്ളത്തിന് തണുപ്പുണ്ടോ നോക്കാം. ഇത് കറക്റ്റ് ഷവറാണല്ലോ അങ്കിളെ അല്ലേ? അങ്കിളുടെ കുടി കൂടിയാണല്ലേ? സാധാരണ അങ്ങനെ പുല്ലി എത്തിക്കായിട്ട് വന്നിട്ട് അല്ലേ? ആണല്ലേ? കറക്റ്റാണ്, നല്ല രസമുള്ള സ്ഥലമാണ്. ഇത് കണ്ടോ, നിങ്ങളിപ്പോൾ കണ്ടോ മോട്ടറിൽ നിന്ന് വെള്ളം വരുന്നവരാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കൊള്ളാം. പൊന്നൻ അവിടെ നിന്ന് എന്തോ പറയുന്നുണ്ടായിരുന്നു ഇപ്പം. അടിപൊളി. ഇവിടെ ഒരാൾ കുളിപ്പിച്ചാ ഇങ്ങ് താഴേക്ക് നിർത്തട്ടെ. അയ്യടി വേണ്ട, ഓഫ് ചെയ്താങ്കളെ വേണ്ട. അപ്പോൾ ഇതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിനി നേരെ തിരിച്ച് കോട്ടയത്ത് നമ്മുടെ വീട്ടിലേക്ക് പോകണം കേട്ടോ. ചേട്ടാ കണ്ടല്ലോ, അപ്പോൾ നമ്മൾ കുണിഞ്ഞിന്ന് പിടിച്ചുകൊണ്ട് വന്ന സിലോപ്പിയാണ് നമ്മുടെ സിങ്കിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ മീൻ വെട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ. മീൻ വെട്ടി വറക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് മീൻ കഴിക്കാനായിട്ട് നമുക്ക് കുറേ ആൾക്കാരും കൂടെ ഗസ്റ്റ് ഉണ്ട്. ആരൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാനും മമ്മിയും കൂടെ ചേർന്ന് മമ്മി തന്നെ മീൻ വെട്ടാൻ വേണ്ടി പോകണം കേട്ടോ. നമ്മൾ മീൻ നല്ല അടിപൊളിയായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മളിനി അതിലേക്ക് കുറച്ച് കല്ലുപ്പിടുകയാണ്. നമ്മൾ കല്ലുപ്പിടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ നല്ല വൃത്തിയാകാനായിട്ടാണ്. മീനിൽ എന്തെങ്കിലും ഉളുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടാണ്. എന്നിട്ട് ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ട് ഇങ്ങനെ കല്ലുപ്പിട്ട് തിരുമ്മിയെടുക്കും. അങ്ങനെ നമ്മുടെ മീൻ വെട്ടി വരഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മസാല തേക്കാൻ വേണ്ടി പോകണം കേട്ടോ. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള കുഞ്ഞൊരു മസാലയാണ് ചേർക്കുന്നത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. നമ്മൾ ഉപയോഗിക്കുന്നത് കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മൾ കുറച്ച് വിനെഗർ ഉപയോഗിക്കുന്നുണ്ട്. ആപ്പിൾ സൈഡർ വിനെഗറാണ്. ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഉണ്ടല്ലോ മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുവാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അതും ഒരു പൊടി കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു പേരിന് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടല്ലോ, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിക്കുകയാണ് കേട്ടോ. ഇത് ആപ്പിൾ സൈഡഡ് വിനെഗറാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഈ മീനിൻ്റെ വരഞ്ഞെടുത്തൂടെയും ആ ഗ്യാപ്പിൽ കൂടെയൊക്കെ നന്നായിട്ട് മസാല തേച്ച് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ മീൻ എടുത്ത് വറക്കാം. കുഞ്ഞു മീനായതുകൊണ്ട് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ മീനയിൽ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിച്ചിട്ട് നമ്മളൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. ഇതുണ്ടോ, അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ എണ്ണ ചൂടാകുന്ന ഗ്യാപ്പിൽ നമ്മൾ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ കല്ലിലിട്ട് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ഇടണം കേട്ടോ. കറിവേപ്പിലയിൽ കുറച്ച് വെള്ളമുണ്ട്, അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് പൊട്ടുന്നത്.
അപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് എടുത്തിടുവാണ് കേട്ടോ. ഇത് കണ്ടല്ലോ. അങ്ങനെ നമ്മുടെ കറിവേപ്പിലേക്ക് ഒരു ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെട്ടി മസാല തേച്ച് വെച്ചേക്കുന്ന മീൻ എടുത്ത് നമ്മൾ ആ എണ്ണക്കകത്തേക്ക് ഇടാൻ വേണ്ടി പോവാണേ. ഇതാണ് അങ്ങനെ നമ്മൾ മീൻ ഫ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുഞ്ഞു മീൻ ആയതുകൊണ്ട് ഫ്രൈ ആവാനായിട്ട് കുഞ്ഞു മീനല്ല, എന്നാലും ഇത് ഫ്രൈ ആവാനായിട്ട് ഇത്രേ ആകത്തുള്ളൂ. കുറച്ചുകൂടെ ഒക്കെ ആവും. ഗിഫ്റ്റ് ആണ്. ഓക്കെ, എന്നാൽ സിലോപ്പിയയിലെ വലിയ മീൻ ഫ്രൈ ആവാനായിട്ട് ഒരു 5 മിനിറ്റ് സമയം എടുക്കത്തുള്ളൂ. അപ്പോൾ 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. വേണ്ട, അങ്ങനെ നമ്മുടെ മീനിൻ്റെ ഒരു സൈഡ് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മീനിനൊന്ന് മറിച്ചിടുവാണേ. അങ്ങനെ നമ്മൾ മീൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ മീൻ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആകും. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് വണ്ടി മേടിച്ചതിൻ്റെ ട്രീറ്റ് ഇവർക്ക് ആർക്കും ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വേണ്ട, അങ്ങനെ നമ്മുടെ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. മമ്മിയാണ് മീൻ എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ. മമ്മി മണമൊക്കെ ഉണ്ടോ നോക്കുവാണ്. മണമുണ്ടോ? ഓക്കെ, അപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇത് എല്ലാവരും കൂടി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വേറെ കുറച്ച് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ലതാണോ? ഓക്കെ, തിലോപ്പിയ കഴിച്ചോ? എല്ലാരും കഴിച്ചോ? അടുക്ക് വെച്ചോ? ചേച്ചി ക്രെഡിറ്റ് ചേച്ചി കേട്ടോ. നല്ലത് തന്നെയാണ്. ഒരു മിനിറ്റ്, മമ്മിയും കൂടെ ഇന്ന് മമ്മി ആദ്യം ടേസ്റ്റ് ചെയ്യും. ഇല്ല, ഓക്കെ ഡൺ. ഒരു കൈ സൈഡിൽ കൂടെ വന്നാൽ കണ്ടല്ലോ, അത് അങ്കിളിൻ്റെ ആണ് കേട്ടോ. മീൻ അടിപൊളിയാട്ടോ. അമ്മി ടേസ്റ്റ് നല്ലതാണോ? അതെ, അപ്പോൾ എന്താണ് നമ്മൾ മീനെല്ലാം കഴിച്ചു കഴിഞ്ഞ് ബാക്കി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ചാനലിൽ അടുത്ത വരാൻ പോകുന്ന വീഡിയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച വൈകുന്നേരം കൃത്യം 5 മണിക്ക് നമ്മുടെ ചാനൽ വരും കേട്ടോ. അപ്പോൾ ഇറ്റ്സ് മീ സെവൻ സിറേക്ക്, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് വൈൻഡപ്പ് ചെയ്യട്ടെ കേട്ടോ. ഫുഡ് വൈൻഡപ്പ് ചെയ്യണം. ഹലോ. ഇതാണെങ്കിൽ ഈ കൊക്കും നീർക്കാക്ക ഒന്ന് വന്ന് മീനെ പിടിച്ചുകൊണ്ടിരിക്കാം. ഇതാണെങ്കിലുണ്ടല്ലോ, ഈ കൊക്കും നീർക്കാക്കയൊക്കെ വന്ന് മീനിനെ പിടിച്ചോണ്ടിരിക്കണം. കണ്ടോ, ഇപ്പം കഴിവുള്ള ആൾക്കാർ പിടിച്ചോ ഒറ്റയടിക്ക്. ഇതിനകത്ത് ഞങ്ങൾ ഇറങ്ങി പിടിക്കാൻ പോണേ. ഞാനും വന്നു. നമുക്ക് ഇറങ്ങി പിടിക്കാന്ന് ബാ. ഇറങ്ങാൻ പോണോ? ഞാൻ പിടിച്ചത് വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഒരു മീൻ പിടിച്ചേട്ടോ. ഞാനിപ്പോ നിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ കിളിക്കൂട് എക്സ്റ്റെൻഡ് ചെയ്ത ഭാഗത്താണ്. ഇതുണ്ടോ ഇതിന്റെ ഹൈറ്റ് കണ്ടോ? അപ്പൊ ഈ ഒരു കിളിക്കൂട് എക്സ്റ്റെൻഡ് ചെയ്തതിന്റെ ഫുൾ കംപ്ലീറ്റ് വീഡിയോ ഈ വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം കൃത്യം 5 മണിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതുപോലെ ഗിവ് അവേ ആയിട്ട് നമ്മുടെ അന്ന് കണ്ട സബ്സ്ക്രൈബേഴ്സിന്റെ ഫിഷിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്ന ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്കും വരും കേട്ടോ. പെട്ടെന്ന് തന്നെ പറയാനുള്ളേ, പെട്ടെന്ന് തന്നെ സൗണ്ട് കൂട്ടിയപ്പോ പേടിച്ചു പോയി. ചെളി പൊടിയും ചെളിയൊന്നും കുഴപ്പമില്ല. അങ്ങനെ ശരി, കൊള്ളാം. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വണ്ടി കയറുന്നത്. ഓക്കെ, മമ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി ഇപ്പോഴും ചേടാ. എങ്ങനെയുണ്ട്? നല്ല സുഖമായിരിക്കാനൊക്കെ. ഓക്കെ, പിന്നെ ആകാശം കാണുന്നത് ഭയങ്കര രസം. അത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ.